ഹായ് വെൽക്കം ടു എജോബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും നിങ്ങളത് എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനസ്സിന്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു? സൂപ്പർ ഈഗോ നമുക്കറിയാം, ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇത് ഫ്രോയിഡിന്റെ സിദ്ധാന്തമാണ്. അതിൽ സൂപ്പർ ഈഗോയുടെ പ്രിൻസിപ്പിൾ ഏതാണ് ചോദിക്കുന്നത്? സുഖതത്വം ആണ് ഓപ്ഷൻ എ, സുഖതത്വം. സന്മാർഗിക തത്വം, യാഥാർത്ഥ്യ ബോധ തത്വം, പ്രചോദന തത്വം. ഇംഗ്ലീഷ് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഇതാണ് സൂപ്പർ ഈഗോയെ കുറിച്ച് നമുക്ക് പറയാം. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അതിൽ നിങ്ങൾക്കറിയാം ഇത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇത് ഏത് കൺസെപ്റ്റിലാണ്? അത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അല്ലെ, പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഏത്? ഈഗോ അല്ലെ, രണ്ടാമത്തതാണ് ഈഗോ. അത് പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഫ്രോയിഡിൻ്റെ 3 തത്വങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ത്രീകളെക്കുറിച്ച് പൊതുവെ പറയുന്നത് അവർ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. അപ്പോൾ ഇത് ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗഭേദം, ജെൻഡർ റോൾ, ലിംഗ സ്ഥിരരൂപം, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ലിംഗസമത്വം, ജെൻഡർ ഈക്വാലിറ്റി. ഏതായിരിക്കും സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ അത് ഏതിൽപ്പെടും? ഉത്തരം ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. അതാണല്ലോ സ്ത്രീകളെക്കുറിച്ചുള്ള ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്നുള്ള കൺസെപ്റ്റ്, അത് ജെൻഡർ സ്റ്റീരിയോടൈപ്പിലാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കൂ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു അല്ലേ? ശിശുവികാരങ്ങളുടെ എന്ത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? അപ്പോൾ കുട്ടിയുടെ പെട്ടെന്ന് കരയായിരുന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു, പാട്ട് കേട്ട് മാറി. അപ്പോൾ കുട്ടികളുടെ ഏത് വികാരമാണ്? തീവ്രത, ചഞ്ചലത, സംക്ഷിപ്തത, വൈകാരിക ദൃശ്യത. ഇംഗ്ലീഷ് പറഞ്ഞാൽ പെട്ടെന്ന് ഓടും. എന്താ നോക്കൂ, ഇൻറ്റൻസ്, ഫ്രീക്വൻറ്റ്, ട്രാൻസിറ്ററി, ഇമോഷണൽ, ഡിറ്റക്റ്റബിലിറ്റി. ഇതിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഇൻറ്റൻസ് ആണോ, ഫ്രീക്വൻ്റ് ആണോ, ട്രാൻസിറ്ററി ആണോ, അതുപോലെ ഇമോഷണൽ ഡിറ്റക്റ്റബിലിറ്റി ആണോ? ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? നോക്കൂ, ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഫ്രീക്വൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലാസ്സിൽ അധ്യാപിക വരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നു. ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ അധ്യാപിക വരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ പ്രവൃത്തി ഏത് തരം ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്? വൈൽ ടീച്ചർ എൻഗേജ് ഇൻ ദ ക്ലാസ് ഓൾ ദ സ്റ്റുഡൻസ് സ്റ്റാൻഡ് അപ്പ്. ദിസ് ആക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു വിച്ച് ടൈപ്പ് ഓഫ് അറ്റൻഷൻ? ക്വസ്റ്റ്യൻ അറ്റൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്വച്ഛാപരമായ ശ്രദ്ധ, വോളണ്ടറി അറ്റൻഷൻ, ഹാബിച്വൽ അറ്റൻഷൻ, അതായത് ശീലാനുവർത്തിയായ ശ്രദ്ധ,
സ്വച്ഛപരമല്ലാത്ത നിർബന്ധിത ശ്രദ്ധ, അതായത് ഇൻവോളണ്ടറി എൻഫോഴ്സ്ഡ് അറ്റൻഷൻ. നിർബന്ധിത ശ്രദ്ധ, വോളണ്ടറി എൻഫോഴ്സ്ഡ് അറ്റൻഷൻ, ഏതിലാണ് നമുക്ക് കുട്ടികളെ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ഉൾപ്പെടുത്താൻ പറ്റുക? അത് ഓപ്ഷൻ ബി ഹാബിച്വൽ അറ്റൻഷൻ, അതല്ലെങ്കിൽ ശീലാനുവർത്തിയായ ശ്രദ്ധയിലാണ് പെടുക. ഇപ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആൻസേഴ്സ് കിട്ടും. അതുപോലെ ഒരുപാട് ചോദ്യങ്ങളും അതുവനിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ എളുപ്പമാവും. തീർച്ചയായും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിൻ്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക് ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് അത് ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളാണ് കേട്ടോ. ടീച്ചർ കൊടുത്ത കൈത്താങ് ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെടുന്നു? പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ. നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് എന്ത് ചെയ്തു, ശാരദ ടീച്ചർ ഗീതുവിനെ ഹെൽപ്പ് ചെയ്ത് എന്താണ്, കുറച്ച് മോഡൽസും വർക്ക്ഷീറ്റൊക്കെ കൊടുത്തിട്ട് അവളുടെ പ്രയാസം എന്ത് ചെയ്തു, ടീച്ചർ മറികടന്നാണ് അല്ലേ? അപ്പം എന്ത് ചെയ്തു, അവൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ ടീച്ചർ ചെയ്ത മെത്തേഡ്, ഇവിടെ ഒരു സ്കഫോൾഡിങ് ആര് കൊടുക്കുന്നുണ്ട്, ഒരു കൈത്താങ് ടീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ അസസ്മെൻറ്റ് നമുക്കറിയാം, ഏത് അസസ്മെൻ്റ് ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അല്ലേ? പഠനത്തിനിടക്ക് ടീച്ചർ കൊടുക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ നടത്തുന്ന അസസ്മെൻ്റ് ആണെന്ത്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അവിടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് നടക്കുന്നത് അല്ലേ? കുട്ടിയെ പതിയെ പതിയെ കൈത്താങ് നൽകി, സ്കഫോൾഡിങ് നൽകി ടീച്ചർ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ആറാമത്തെ ചോദ്യം. സിനക്റ്റിക്സ്, മസ്തിഷ്ക പ്രക്ഷാളനം, നാടകീകരണം എന്നീ തന്ത്രങ്ങൾ കുട്ടികളിലെ ഏത് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകൻ ശ്രമിക്കുന്നത് ഉപയോഗിക്കുന്നത്? അതായത് ടീച്ചർ യൂസസ് സിനക്റ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡ്രാമറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസിങ് വിച്ച് എബിലിറ്റി ഓഫ് ദ ചിൽഡ്രൻ. എൻഹാൻസിങ് നാട്ടോ, എൻഹാൻസിങ് വിച്ച് എബിലിറ്റി ഓഫ് ചിൽഡ്രൻ. എന്ത് എൻഹാൻസ് ചെയ്യാനാണ് ടീച്ചർ സിനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ്, ഡ്രാമറ്റൈസേഷൻ എന്നീ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്തിനാണ്? മെറ്റാകോഗ്നിഷൻ, ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഏതാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ക്രിയേറ്റിവിറ്റിയാണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അതല്ലെങ്കിൽ സർഗാത്മകത പരിപോഷിപ്പിക്കാനാണ് ഇത്തരം മെത്തേഡുകൾ. ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ നമ്മൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രെയിൻ സ്റ്റോമിംഗ്, അതുപോലെ നാടകീകരണം, സിനറ്റിക്സ്, ഇതൊക്കെ എന്താണ്? ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ, ഏഴാമത്തെ ചോദ്യം. ഓർമ്മയുടെ ഘട്ടങ്ങളിൽ ശരിയായ ക്രമത്തിലുള്ളത് തിരഞ്ഞെടുക്കുക. സംഭരണം, പുനഃസൃഷ്ടി, ആലേഖനം. സംഭരണം, പുനഃസൃഷ്ടി, നിലനിർത്തൽ. സംഭരണം, നിലനിർത്തൽ, ആലേഖനം. സംഭരണം, ആലേഖനം, പുനഃസൃഷ്ടി. ഇംഗ്ലീഷ് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്? ഒന്നാമത്തത് സ്റ്റോറേജ് ആണ്, സ്റ്റോറേജ്. രണ്ടാമത്തത് എന്താണ്? എൻകോഡിങ്. മൂന്നാമത്തേത് റിട്രീവൽ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഓർഡർ, ശരിയായ ഓർഡർ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ, ഏതായിരിക്കും? ഞാൻ പറയാം, ഓപ്ഷൻ ഡി ആണ്. ആദ്യം സ്റ്റോറേജ്, പിന്നെ എൻകോഡിങ്, പിന്നെ റിട്രീവൽ. ഇതാണ് ശരിയായ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജേഷിന് വാക്കുകൾ കേട്ട് എഴുതുമ്പോഴെല്ലാം അക്ഷരങ്ങളും പദങ്ങളും വിട്ടുപോകുന്നു. എന്തൊക്കെ? അക്ഷരങ്ങളും പദങ്ങളും വിട്ടുപോകുന്നു. എവിടെ? എഴുതുമ്പോൾ. വരികളും അക്ഷരങ്ങളുടെ അകലവും പാലിക്കാൻ കഴിയുന്നില്ല. രാജേഷിന് ഏതു തരം പഠന വൈകല്യം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡിസ്ഗ്രാഫിയ അല്ലേ? ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അതുപോലെ തന്നെ ഡിസ്പ്രാക്സിയ. പ്രയോഗ വൈകല്യമാണ് കേട്ടോ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ. ഏതായിരിക്കും ശരിയായ ആൻസർ? പറയൂ. എഴുതാൻ പറ്റാത്ത വൈകല്യം ഏതാണ്? നിങ്ങൾ ഓപ്ഷൻ കണ്ടിട്ടില്ലേ? നോക്കൂ, ഡിസ്ഗ്രാഫിയാണ് അല്ലേ? ഡിസ്ഗ്രാഫിയ. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സംവേദനം, പ്രത്യക്ഷണം, സംപ്രത്യക്ഷണം, പ്രശ്നപരിഹാരം. ഓരോ ഘട്ടങ്ങളാണ് അല്ലേ? ഈ ഘട്ടങ്ങൾ ഒരു രീതിയിൽ ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് താഴെ കൊടുത്ത ഏത്
വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം സംവേദനം. കുട്ടി എന്ത് ചെയ്യുന്നു? സംവേദനം. നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? നോക്കൂ, സെൻസേഷൻ നോക്കൂ, സെൻസേഷൻ. അടുത്തതാണ് എന്ത്? പെർസിപ്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രത്യക്ഷണം. അടുത്തതിന് പെർസിപ്ഷൻ കഴിഞ്ഞ കൺസെപ്ച്വലൈസേഷൻ, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് സംപ്രത്യക്ഷണം അല്ലേ? സംപ്രത്യക്ഷണം എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് അവസാന ഘട്ടത്തിൽ പ്രോബ്ലം സോൾവിങ്. ഇങ്ങനെ ഘട്ടമായിട്ട് കുട്ടിയിൽ വളർച്ച വരുന്നതിന് ഡെവലപ്മെൻറ്റ് ഈസ് ഓർഡർലി, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്, ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ, ഡെവലപ്മെൻറ്റ് ഹാസ് എ സെർട്ടൈൻ ക്രിട്ടിക്കൽ പീരീഡ് അല്ലേ? ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് കേട്ടോ. ഇതിലേതാണ് ഇതിൽ പെടുക? നിങ്ങൾ നോക്കൂ, ഒന്ന് കഴിഞ്ഞ് അതിനെ കുറച്ചും കൂടി കൂടി വരുന്നു, വീണ്ടും കുറച്ചും കൂടി കൂടുന്നു. അങ്ങനെ ഒരു ഏറ്റവും ടോപ്പ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കുട്ടിയിൽ എന്താ നടക്കുന്നത്? ഒരു ക്യുമുലേറ്റീവ് അല്ലേ? അവൻ്റെ ഡെവലപ്മെൻറ്റ് ക്യുമുലേറ്റീവ് ആവുന്നു, ഒന്നിന് മുകളിൽ സഞ്ചിത സ്വഭാവത്തോടു കൂടിയാവുന്നു. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് എന്നുള്ളതാണ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 പൂർത്തിയാകുന്നതുവരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം ഏത്? റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഇന്ത്യ ആക്ട് 1992, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്. ഏതാണ് ശരിയായ ആൻസർ? വിച്ച് ലോ എൻഷുവേഴ്സ് എവരി ചൈൽഡ് വിത്ത് ഡിസാബിലിറ്റി ഷുഡ് ഗെറ്റ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്, 18 വയസ്സ് വരെ. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയൂ. ഓപ്ഷൻ ഡി ആണ്, പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് 1995. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആക്ട് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. 1995 പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് ഇപ്പോൾ പലതിലും വന്നിട്ടുണ്ട്. പല ഓപ്ഷൻസ് വരില്ലേ? നാഷണൽ ട്രസ്റ്റ് ആക്ട്, മെൻ്റൽ ഹെൽത്ത് ആക്ട്. പക്ഷെ ഉത്തരമായിട്ട് വരാറുള്ളത് ഈ ഒരൊറ്റ ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് ചോദ്യം ഉണ്ടാവാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എറിക്സന്റെ അഭിപ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? നേരെ ഇവിടെ വേണം കേട്ടോ. ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? മുൻകൈയെടുക്കൽ വിയസ് കുറ്റബോധം, സ്വാശ്രയത്വം അല്ലെങ്കിൽ ജാള്യതയും സംശയവും, ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, വിശ്വാസം അതല്ലെങ്കിൽ അവിശ്വാസം. ഇംഗ്ലീഷ് നോക്കൂ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിയല്ലേ? നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നു, 3 മുക്കുറ്റി. മുക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൈ എടുക്കുക, മുൻകൈ എടുക്കുക. അതേതാണ്? ഓപ്ഷൻ എ ആണ്, ഇനീഷ്യേറ്റീവ് വിയസ് ഗിൽറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ക്രമത്തിലും ചിട്ടയോടെയും ചെയ്യുന്നു. വൈകാരിക അസ്വസ്ഥതയും പിരിമുറുക്കവും ബോധപൂർവം പരിഹരിക്കുന്നു. അതായത് 2 പ്രസ്താവനയാണ്. ഓപ്ഷൻ എന്നല്ല, ഒരു പ്രസ്താവനയാണ്. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ക്രമത്തിലും ചിട്ടയോടെ. രണ്ടാമത്തത് വൈകാരിക അസ്വസ്ഥതയും പിരിമുറുക്കവും ബോധപൂർവം പരിഹരിക്കുന്നു. ഇത് ഏത് തരം വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്? ചോദ്യം എന്താണ്? ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് ഇവിടെയുള്ള ആൾക്കുള്ളത്? 1 സോഷ്യൽ പേഴ്സണാലിറ്റി, 2 കൾച്ചറൽ പേഴ്സണാലിറ്റി, 3 ഇമോഷണൽ പേഴ്സണാലിറ്റി, മെച്യൂർ പേഴ്സണാലിറ്റി. ഒന്നുകൂടെ നോക്കാം. പെർഫോംസ് ഓൾ മെൻ്റൽ പ്രോസസ്സസ് ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. 2 ഇൻറ്റൻഷനലി സോൾവ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഫ്രസ്ട്രേഷൻ. നിങ്ങൾ ഇതിൽ ഇമോഷണൽ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട. ചോദ്യം എന്താണ്? വ്യക്തിത്വം. എന്താണ്? പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? മെച്യൂർ പേഴ്സണാലിറ്റി. എന്താണ് പറയുക? മെച്യൂർ പേഴ്സണാലിറ്റി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് അമോങ് ദ ഫോളോവിങ് സ്ട്രാറ്റജീസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ മോട്ടിവേറ്റിംഗ് ലേണേഴ്സ്? താഴെ പറയുന്നതിൽ ഏത് തരം സ്ട്രാറ്റജിയാണ്, തന്ത്രമാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട അങ്ങനത്തെ രീതി? അതേതാണ്? ലേണിംഗ് എക്സ്പീരിയൻസ് ഷുഡ് പ്രൊവൈഡഡ് ചൈൽഡ് ഫ്രണ്ട്ലി ബേസ്ഡ് ചൈൽഡ്സ് എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. സെറ്റിംഗ് അൺഅറ്റൈനബിൾ ഗോൾസ്, കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ കൊടുക്കുക. അത് പറ്റുമോ? പ്രൊവൈഡ് ഇന്നോവേറ്റീവ് എക്സ്പീരിയൻസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. അല്ലേ? നവീനമായ ആശയങ്ങൾ ക്ലാസ്സിൽ വരണം. കണക്ട് ദ ലേണിംഗ് വിത്ത് ഡേ ടു ഡേ ലൈഫ്, അവരുടെ പഠനം അവരുടെ നിത്യജീവിതവുമായി കണക്ട് ചെയ്യണം. ഏതാണ് ഇതിൽ പെടാത്തത്? നിങ്ങൾ നോക്കൂ. മോട്ടിവേറ്റ് ചെയ്യാൻ ഏത് ഓപ്ഷനാണ് പറ്റാത്തത്? സെറ്റിംഗ് അൺഅറ്റൈനബിൾ ഗോൾസ്. അല്ലേ? ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ വെക്കേണ്ടതില്ല. അപ്പോൾ തീർച്ചയായും അതാണ് ഉത്തരം.
ഇനി 16ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏത്? ഒരു പഠന വൈകല്യമല്ല, അതേതാണ്? അതിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, മെൻ്റൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നൺ ഓഫ് ദീസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലേണിംഗ് ഡിസബിലിറ്റിക്ക് റീസൺ ആയിട്ട് ഹെറിഡിറ്ററി ഫാക്ടേഴ്സിലെ ഉണ്ടാവും, മെൻ്റൽ ഫാക്ടേഴ്സിലെ അതുണ്ടാവും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഉണ്ടാകും തീർച്ചയായും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏത് കൊടുക്കാം? നൺ ഓഫ് ദീസ്, ഇതൊന്നുമല്ല എന്നുള്ളത്. തീർച്ചയായും ഇവയൊക്കെ ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സീബ്ര വരകളിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. ഒരാളുടെ ഒരു കുട്ടിയുടെ പ്രത്യേകതയാണ്, അവൻ എന്ത് ചെയ്യുന്നു? സീബ്ര വരകളിലൂടെയാണ് റോഡ് മുറിച്ചെടുക്കുക. മറ്റൊരു പ്രത്യേകത എന്താ? ഉപയോഗശൂന്യമായ വസ്തുക്കൾ കുപ്പത്തൊട്ടികളിൽ നിക്ഷേപിക്കുക. അതെവിടെ എന്ത് ചെയ്യൂ? വേസ്റ്റ് മെറ്റീരിയലൊക്കെ വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കുട്ടി കോൾബർഗിൻ്റെ സാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഏത് സ്റ്റേജിലാണ്? ഇംഗ്ലീഷിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ, പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. ഇതിലേതിൽ പെടുന്നു? അല്ലേ, നിയമങ്ങൾ അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളത് അല്ലേ രണ്ടാമത്തെ ഏത് ഘട്ടമായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ അല്ലേ, നിയമം അനുസരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ശരിയാണ് ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കൂ. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചിട്ടാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. അന്ന് ഭയങ്കര പേടിയായിരുന്നു. 6ാം ക്ലാസ്സിൽ എത്തിയ സുരേഷിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു അല്ലേ? അതേ ടീച്ചറല്ല, പക്ഷെ അതേ മോഡലുള്ള വേറൊരു ടീച്ചർ. ഇപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിൻ്റെ പ്രധാന ആശയങ്ങൾ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെടുന്നു? ഏതാണ്? ചോദക സാമാന്യവൽക്കരണം, പുനഃപ്രാപ്തി, വിലോപം, ചോദക പ്രബലനം. ഇംഗ്ലീഷ് നോക്കൂ. സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്പോണ്ടാനിയസ് റീകവറി, എക്സ്റ്റിങ്ഷൻ, സ്റ്റിമുലസ് റീഇൻഫോഴ്സ്മെന്റ്. ഏതാണ് ശരിയായ ഉത്തരം? അതായത് ഒരു ടീച്ചറോടുള്ള പേടി മറ്റുള്ളതിലേക്ക് വ്യാപിച്ചതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ, അതല്ലെങ്കിൽ ചോദക സാമാന്യവൽക്കരണം. എന്നാൽ സ്പോണ്ടാനിയസ് റീകവറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അല്ലേ, നഷ്ടപ്പെട്ടത് വീണ്ടും തിരിച്ചെടുക്കുക അല്ലേ? ഒരു റെസ്പോൺസ് ഇടയ്ക്ക് കുറഞ്ഞു വന്നിരുന്നു, അത് വീണ്ടും തിരിച്ചു വരുന്നതിനാണ് സ്പോണ്ടാനിയസ് റീകവറി എന്ന് പറയാം. ഇനി നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുക? എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുക, വിലോപം എന്ന് പറയും അല്ലേ? തീർച്ചയായും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.